ഹലോ. അപ്പോൾ നമ്മുടെ ഹാവിക്കുട്ടൻ എന്താ നോക്കുന്നതെന്നല്ലേ, വേറെ ഒന്നല്ല കേട്ടോ, കാത്തു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാത്തുവിൻ്റെ പാട്ട് എവിടെ കേട്ടാലും ഓടി വന്ന് കേൾക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് തൊയ്രം കിട്ടും, അതായത് അവൻ ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം അറിയപ്പെടുന്ന ആകാശപ്പറവ എന്നാണ് കേട്ടോ. ഇവിടോട്ട് വരുമ്പോൾ നമ്മളൊക്കെ എത്രയോ സ്വർഗത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം കുറേ അമ്മമാരും കുറേ അച്ഛന്മാരും ഒക്കെ വയ്യാതെയും പിന്നെ ഓരോരുത്തരും ഉപേക്ഷിച്ച് പോയവരും ഒക്കെ ആയിട്ട് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പ്രാർത്ഥനയിലായിരുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥന ചൊല്ലില്ലേ, ആ ഒരു പ്രാർത്ഥനയിലായിരുന്നു. എന്തായാലും അവിടെയൊക്കെ ഞങ്ങൾ കുറേ നോക്കി. പിന്നെ അവർ കിടക്കുന്ന റൂമിലൊക്കെ പോയി. അങ്ങനെ കുറേ പിന്നെ അവിടെ കുറേ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഹാവിക്കുട്ടന് ഭയങ്കര എന്താ പറയുക, ഒരു വലിയൊരു സംഭവമായിട്ടാട്ടോ അവന് തോന്നിയത്. കാരണം അവൻ ഇങ്ങനെയൊക്കെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഒരു പശുവിനെ വരെ ഇവൻ ആദ്യമായിട്ടാണ് അടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ ആ പശുവിനെ കണ്ടിട്ട് അവൻ എന്തൊക്കെയോ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയും കണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു കിളി കണ്ടോ ഊഞ്ഞാലാടുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു നല്ലൊരു രസമായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹാവിക്കുട്ടൻ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇവർ നടക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കുറച്ചുകൂടെ സ്പേസ് ഉള്ള സ്ഥലത്ത്. അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവനെ കണ്ടപ്പോൾ അവിടുത്തെ അച്ഛനെ അവിടെയും കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഈ പള്ളി, അതായത് ഇവരുടെ പ്രാർത്ഥനാ സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കിയിരുന്നു. അവിടെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴത്തേക്ക് ഇത് വേറൊരു അച്ഛനാണ് കേട്ടോ. ഈ ഒരു അച്ഛൻ ഹാവിക്കുട്ടനെ കണ്ടപ്പോൾ മുയലിനെയൊക്കെ പിടിച്ച് കൊടുക്കുകയാണേ. അവന് തലോടൊന്നല്ല, അവൻ പിടിച്ച് വലിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്